ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച സംഭവം തന്നെയാണ്. ശബരിമലയെ പിടിച്ചുകുലുക്കിയ സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായകമായ വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സന്നിധാനത്ത് നടത്തിയ ശാസ്ത്രീയ പരിശോധനകൾ ഇപ്പോൾ പൂർത്തിയാക്കി. വ്യാജ സ്വർണ്ണപ്പാളികളെയും കാലപ്പഴക്കത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തുവാൻ ലക്ഷ്യമിട്ടുള്ള പരിശോധനകൾ ഏകദേശം 10 മണിക്കൂറോളമാണ് നീണ്ടുനിന്നത്. സന്നിധാനത്ത് നിന്ന് സംഘം ഇന്ന് മടങ്ങുമ്പോൾ കള്ളക്കടത്തിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് ദേവസ്വം ബോർഡും ഭക്തരും. ഇതിനിടെ കേസിൽ പ്രതിയായ മുൻ ദേവസ്വം സെക്രട്ടറി മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളക്കേസിലെ സത്യം കണ്ടെത്താൻ ലക്ഷ്യമിട്ടാണ് SIT സംഘം ശബരിമല സന്നിധാനത്ത് വിശദമായ പരിശോധന നടത്തിയത്. ഇന്ന് പുലർച്ചെയോടെയാണ് പരിശോധനകൾ അവസാനിച്ചതും. കട്ടിളപ്പാളികളിൽ നിന്നും ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണം പൂശിയ പാളികളിൽ നിന്നും സംഘം സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. പരിശോധനയ്ക്കായി ഇളക്കി മാറ്റിയ സോപാനത്തെ പാളികൾ തിരികെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ശേഖരിച്ച സാമ്പിളുകളുടെ കാലപ്പഴക്കം പരിശോധിക്കുന്നത് പാളികൾ വ്യാജമാണോ എന്നറിയുന്നതിൽ നിർണായകമാകും.